അപ്പം വേദപുസ്തകം എന്ന് പറയുന്നത് അതിൻ്റെ സന്ദേശം നമ്മുടെ ഹൃദയത്തോട് സംവാദിക്കും. അതിനകത്ത് ഇപ്പം പ്രവചനം വായിച്ചാൽ, ഹിസ്റ്ററി വായിച്ചാൽ, ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒത്തിരിയുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രവും ഒക്കെ ഇതിനകത്ത്, ചരിത്ര പുസ്തകങ്ങൾ ഇതിനകത്തുണ്ട് അല്ലേ. ഇനിയൊന്നും വേണ്ട, കണക്കുകളില്ല. ഒരു സംഖ്യയുടെ പുസ്തകം പോലും ഇവിടെ ഉണ്ട്, വേദപുസ്തകത്തിലുണ്ട് ഇല്ലേ, സംഖ്യയുടെ പുസ്തകം. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പം നമ്മൾ കേവലം ഇതിനെ ഒരു ചരിത്ര പുസ്തകമായിട്ടല്ല കാണേണ്ടത്. പിന്നെ എന്തായിട്ടാണ് കാണേണ്ടത്? ചരിത്രത്തിലിടപെട്ട ദൈവം നമ്മുടെ ചരിത്രത്തെ വ്യത്യാസപ്പെടുത്തുമെന്നുള്ള അറിവിൽ വേണം എപ്പോഴും വേദപുസ്തകം വായിക്കാൻ. ശ്രദ്ധിച്ച്, ചരിത്രത്തിലിടപെട്ട ദൈവം നമ്മുടെ ചരിത്രത്തെ എന്തു ചെയ്യും? മാറ്റും. അപ്പോൾ ഈ ചിന്തയിൽ നമുക്ക് വേദപുസ്തകത്തിലേക്ക് വരാം. ആദിയിൽ ദൈവം. അപ്പം എനിക്കിത് ആ 1-2 അധ്യായം സൃഷ്ടിച്ച്, ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബാങ് തിയറിയൊക്കെ ഉണ്ടായപ്പോഴാണ് ഈ 1-2 അധ്യായങ്ങൾ കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്കിതിനകത്തെല്ലാം ദൂതാകെ വന്നത്, കർത്താവ് എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നി. ആദിയിൽ ദൈവം. ആദി ദൈവം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ആദി ആർക്ക് കൊടുക്കണം? ദൈവത്തിനോട്. ഒരു ദിവസത്തിൻ്റെ ആദി ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ആർക്ക് കൊടുക്കണം? ദൈവത്തിനോട്. ദിവസത്തിൻ്റെ ഏറ്റവും നല്ലത് ഏതാ? ഒരു ദിവസത്തിൻ്റെ ഏറ്റവും നല്ലത് ഏതാ? പ്രഭാതം. അതാർക്കുള്ളതാ? ദൈവത്തിന്. ഇനി പ്രഭാതം കഴിഞ്ഞ് മനുഷ്യൻ വിശ്രമിക്കുന്ന ഒരു സന്ധിയുണ്ട്. ആ രാത്രിയുണ്ട്. ആ രാത്രിയുടെ ഏറ്റവും നല്ലൊരു സമയം ഏതാ? സന്ധ്യയൊക്കെ സമയം. ആ സമയം ഭൂമിയിലോട്ട് വരും. എത്ര നാൾ താമസിക്കാൻ? 1000. അപ്പോൾ എത്ര ദിവസമാണ്? ഒരു ദിവസം. അപ്പോൾ ഏതിനും തികയ്ക്കാതെ പോയ ഒരു ദിവസം ഉണ്ടല്ലോ, ഈ ഭൂമിയിൽ മനുഷ്യനോടൊപ്പം ജീവിക്കാൻ കർത്താവ് ഇറങ്ങി വരും. അപ്പോൾ അത്യാവശ്യമുള്ള ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചു. എന്തിനാ ഇപ്പോൾ സ്വർഗത്തിൽ തന്നെ ഇരുന്നാൽ പോരെ, പിന്നെ എന്തിനാ ഭൂമിയിലോട്ട് വരുന്നത്? ഒരു ദിവസമെങ്കിലും പാപം സാധിപ്പിക്കാതെ പോയ, പിശാച് ചതിച്ചതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു ദിവസമെങ്കിലും ദൈവത്തോട്, മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഞാൻ അവരുടെ ഇടയിൽ നടക്കും, അവരെനിക്ക് ജനമായിരിക്കും, ഞാൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചുകൾ. അപ്പോൾ അത്യാവശ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. അപ്പോൾ നോക്കുക, ദൈവം ഒരു ദിവസം മനുഷ്യനോടൊപ്പം താമസിക്കും. എന്നിട്ട് നമ്മൾ ചിന്തിക്കണം, ആദി എന്ന് പറയുമ്പോൾ ഈ മനുഷ്യായുസ് വളരെ ക്ഷണം. 80 വയസ്സ് വരെ ജീവിച്ചാൽ എത്ര ദിവസമുണ്ട്? 80 × 365 എത്ര ഉണ്ട് സാറേ? ബിനോയ് സാറേ അടിച്ചു നോക്കിയോ? 29,200 ദിവസമുണ്ട്. 29,200 ദിവസമുണ്ട് കേട്ടോ മക്കളെ. എത്ര ഉണ്ട്? 29,200 ദിവസമുള്ളൂ. അതിനകത്ത് ഈ 50 കഴിഞ്ഞാൽ കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി എത്ര ദിവസമുണ്ട്? അപ്പോൾ കുറച്ച് ദിവസമുള്ളൂ. അതിനകത്ത് ഈ ഭർത്താവ് 8-5 നമ്മുടെ മിനിമം. ഇപ്പോഴത്തെ സമയത്തൊക്കെയാണ് കുറച്ചുകൂടെ, പണ്ടത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ 8-9 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ പുള്ളി നേരത്തെ പോകും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പോവും. അപ്പോൾ ഇനി എത്ര ദിവസമുണ്ട്? 2 പേരും കൂടെ. ഒരു സങ്കടം. അതിനിടയ്ക്ക് പുള്ളി ഗൾഫിലോ, വർഷത്തിൽ 40 ദിവസം വരത്തുള്ളൂ. അങ്ങനെയാണ് ഇനി എത്ര ദിവസം ഉണ്ടെന്ന് വെച്ചാൽ. അതുകൊണ്ട് ഒരു ദിവസം പോലും പിണങ്ങല്ലേ. കാരണം ഇനി ഇത്രയും ദിവസവും ആ പിണങ്ങി കിടക്കുന്ന രാത്രി അറ്റാക്ക് വന്നാൽ എന്തോ എന്തൊരു കഷ്ടമായിരിക്കും. അതുകൊണ്ട് ഒരു ദിവസം പോലും എന്ത് ചെയ്യരുത്? പിണങ്ങരുത്. എത്ര ദിവസമുണ്ട് ഇനി ഒന്നിച്ച്? അല്ല, എനിക്കറിയാൻ വേണ്ടി വയ്ക്കുക എത്ര ദിവസമുണ്ട്. കുറച്ച് ദിവസമുള്ളൂ. ഇതിനിടയ്ക്ക് എണ്ണാനേ ഉള്ള പച്ച എണ്ണാനേ ഉള്ളൂ. ചുമ്മാ എണ്ണി എണ്ണാനേ ഉള്ള ദിവസമുള്ളൂ. ഇത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിങ്ങനെ അമൃതമൊക്കെ കഴിച്ച് അങ്ങ് ചിരഞ്ജീവിയായിട്ട് പണ്ടാരണ്ട് കവിത എഴുതി, മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ സ്കൂളിൽ ബെഞ്ചേ ഇരിക്കുന്ന ഒരു ഓർമ്മ വരുന്നല്ലേ. 500 വയസ്സുള്ള അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു, അപ്പൂപ്പൻ അവനുണ്ട്. കാലമില്ലാത്ത കാലം. ആരാ എഴുതിയേ? മറന്നുപോയി. ആരാ എഴുതിയേ? അന്ന് പഠിച്ചായിരുന്ന ഈ ഗതികളി വരത്തില്ലായിരുന്നു. കാലമില്ലാത്ത കാലം. അത് അപ്പോൾ നമ്മൾ ഓർക്കുക, ആ ഒരു സമയമൊക്കെ ഭാവനയാണ്, അത് യാഥാർത്ഥ്യമൊന്നുമല്ല അല്ലേ. എല്ലാം കവിയുടെ ഭാവനയാണ്. മുത്തച്ഛന് ഇരിക്കുക. 500 വയസ്സുള്ള അപ്പൂപ്പനെ ഇപ്പം ചിരിച്ചുകൊണ്ട് ഇരിക്കുക. നടക്കത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ, എണ്ണാനുള്ള ദിവസമുള്ളൂ. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്, എൻ്റെ നാളിനെ എണ്ണാൻ എന്നെ ഉപദേശിക്കണം. അപ്പം മനുഷ്യൻ്റെ ആയുസ് 70 ഏറെ ആയാൽ 80. അപ്പം ഈ 80 വയസ്സ് എങ്ങനെ കിട്ടിയെന്ന് ഒരു കഥ പോലെ ഒരു അച്ഛൻ പറയും. ഞാനിങ്ങനെ ഇങ്ങനെ വണ്ടിയിൽ പോയപ്പോൾ ഒരു അച്ഛൻ്റെ പ്രസംഗം ചുമ്മാ കേട്ടപ്പോൾ ഒരു ഭയങ്കര രസം തോന്നി. നല്ല രസകരമായിട്ട് അതിങ്ങനെ ഒഴുകി ഇറങ്ങിയില്ലേ. ഞാൻ പോയിരുന്ന് കേൾക്കാൻ പോയിരുന്നു. എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടം തോന്നി അച്ഛൻ പറഞ്ഞൊരു കഥ. സത്യം കഥയാണെങ്കിൽ പോലും കഥയിലൊരു സത്യമുണ്ട്. അതുകൊണ്ടല്ലേ ടി വിക്കകത്തൊക്കെ ഒരു പറയുന്ന ഇതില്ലേ, കഥയല്ലിത് ജീവിതമാണ്. കഥയല്ലിത് കാണാറുണ്ടല്ലേ. കഥയല്ലിതൊരു ജീവിതം. അച്ചായനെ കൊച്ചു വന്ന് പോലീസ് വന്ന് കൊച്ചിനോട് ചോദിച്ചു, മോനെ അച്ചായൻ പോലീസിനെ വിളിച്ച് നടക്കുക, മോനെ അച്ചായൻ എന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അച്ചായൻ തട്ടുംപുറത്ത് പോലും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഏതായാലും പെട്ട നല്ല കാര്യം. അത് കാണേണ്ടതാണ്. കാരണം
ജീവിതമാണ്, കഥയല്ലിത് ജീവിതം. അപ്പോൾ ഈ കഥയ്ക്കകത്തൊരു സത്യമില്ലേ? ഞാൻ വൈദികം പറഞ്ഞൊരു കഥ, ഈ മനുഷ്യന് ആയുസ് കുറവായിരുന്നു, കുറഞ്ഞ് ഇങ്ങനെ താപ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ മൃഗങ്ങളെല്ലാം കൂടി ദൈവസന്നിധി തപസ്സിനെക്കുറിച്ച് നമുക്ക് ഒത്തിരി കഥകൾ ഭാരതീയ ചിന്തകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ തപസ്സിരുന്നപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, മൃഗങ്ങളെ എന്താണ് ആഗ്രഹം? അപ്പോൾ മൃഗങ്ങൾ പറഞ്ഞു, ഇങ്ങനെ മനുഷ്യർക്ക് ഇച്ചിട്ട് ആയുസ് കൊടുക്കണം, ഞങ്ങളെ അവരെ കൂടെ നല്ല സ്നേഹം, നല്ലവരവർ, പണ്ടത്തെ മനുഷ്യൻ്റെ കാര്യമാണ്. അപ്പം ദൈവം പറഞ്ഞു, അയ്യോ അങ്ങനെ കൊടുക്കാനൊക്കത്തില്ല, കൊടുത്തു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്താ വഴി? ദൈവം പറഞ്ഞു, ഒരു നിർവാഹമില്ല, ഡിസപ്പിയറായി. വീണ്ടും മൃഗങ്ങൾ തപസ് തുടർന്നു. അപ്പം ദൈവം പ്രത്യക്ഷപ്പെട്ടു, വീണ്ടും ഗത്യന്തരം ഇല്ലാതെ സമ്മതിച്ചു, ഞാൻ തരാം, പക്ഷേ ഒരു കാര്യം, നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുമ്പം നിങ്ങളുടെ ആയുസിൽ നിന്ന് കുറേശ്ശെ മനുഷ്യന് കൊടുക്കുക, അങ്ങനെ മനുഷ്യൻ്റെ ആയുസിനെ ഒന്ന് പുതുക്കാമെന്ന് പറഞ്ഞു. മൃഗങ്ങൾ സമ്മതിച്ചു. കേട്ട മക്കളെ, കഥയല്ലേ, കുഴപ്പമൊന്നുമില്ല ഇല്ല. അപ്പോൾ ആദ്യം മൃഗത്തിൻ്റെ ഇടയിൽ നിന്ന് ചാടി വന്നത് ഒരു കുരങ്ങാണ്. കുരങ്ങ് 10 വർഷം കൊടുത്തു. അതാണ് ഈ മനുഷ്യൻ്റെ ആദ്യത്തെ ആയുസ്. ആരെപ്പോലെ? കുരങ്ങനെ പോലെ. നിങ്ങൾ സമ്മതിച്ചില്ല, അമ്മ സമ്മതിക്കും. ആദ്യത്തെ 10 വർഷത്തിലെ സ്വഭാവം ആരെപ്പോലെ? കുരങ്ങനെ പോലെ. ഇരിപ്പിൽ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. വണ്ടി വരുന്ന വരെ ഒരു കുഴപ്പമില്ല, വണ്ടി വരുമ്പോൾ എടുത്തൊരു ഒറ്റ ചാട്ടം. വണ്ടിക്കാരൻ ചവിട്ടി നിർത്തി ആരെ ചീത്ത വിളിക്കും? കൊച്ചിനെയോ അമ്മയോ? അമ്മയെ ചാകാൻ അറിയിപ്പിക്കുക, തള്ളേ, 2 ചീത്ത അവൻ ആരെ വിളിക്കും? അമ്മയെ വിളിക്കും. അല്ലേ? എന്തോ ഒരു പാടാണ് ഈ പ്രായത്തിൽ വളർത്താൻ. ഞങ്ങളുടെ അവിടെ റോഡ് തിരുവല്ല റാന്നി മെയിൻ റോഡാണ്. അപ്പോൾ ഈ ഇറങ്ങി ഇങ്ങനെ വരിക, ആ വെള്ളം എല്ലാം കൂടെ അവിടെ വരും. അപ്പോൾ അവിടെ എപ്പോഴും ഗട്ടറാണ്. റോഡിൻ്റെ ചർച്ച് ഹോളും വീടും എല്ലാം കൂടെ അടുത്ത്. അപ്പോൾ ആ റോഡ് ഭയങ്കര ഗട്ടർ, എപ്പോഴും അവിടെ ഗട്ടറാണ്. അപ്പോൾ ഞാനോർത്ത് ഒരു പ്രതിഷേധിക്കണം, വാഴ കുഴിച്ച് വെക്കണം, പ്രതിരോധിക്കണം എന്നൊക്കെ. പിന്നെ നമുക്കതൊന്നും ഒക്കത്തില്ല. അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളം വന്ന് നിറഞ്ഞിരിക്കുക. കൊച്ചവനെ കാണുന്നില്ല, ഓടിച്ചെന്ന് എന്തൊരു തപ്പിയപ്പം തണ്ട് അവിടെ നിന്ന് കിട്ടി. എവിടെ നിന്നറിയാം? സ്വിമ്മിംഗ് പൂളിൽ കിടക്കുക, നടുറോടി ഗട്ടറിനകത്ത്. അയ്യോ, അവനെ വലിച്ചു വെക്കാൻ പാണ്ടിലൂരി വന്ന് മണ്ടേ കൂടെ കയറിപ്പോത്തില്ലേ? അവൻ്റെ കുറ്റമല്ല, പ്രായമാണ്. ആരുടേതാ? കുരങ്ങൻ്റെതാ. മുറ്റത്തൊരു സ്നാനക്കുളമുണ്ട്. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ഗ്രില്ലില്ലായിരുന്നു, പിന്നെ ഗ്രില്ല് വെച്ച്. അപ്പോൾ ഇവന്മാരൊരു 5, 6 ആ ഒരു പ്രൈസ്, ഒരുത്തിന് 4. അവനെ പെട്ടെന്ന് തോന്നി ഇവന്മാരെ നോക്കണം, നല്ല ആരാധനയ്ക്കിടെ. ചെന്നപ്പം തണ്ട മൂത്തവൻ 5-6 വയസ്സ്, അവൻ വെള്ളത്തിൽ ഇത്രയും പൊക്കത്തിൽ നിൽക്കുക. കൊച്ചവൻ അടുത്ത മേളത്തെ സ്റ്റെപ്പ് നിൽപ്പുണ്ട്. എവിടെ നീ എവിടെ പോവാം? അപ്പച്ചൻ ചാനപ്പെടുത്തിയില്ല, ഞാൻ ഇവനെ ചാനപ്പെടുത്താൻ പോവാം. ആരെ? കൊച്ചവനെ. മുഴുകൽ സ്നാനമേ, മിക്കവാറും മുങ്ങിയനെ. ഒറ്റ നിമിഷം കൊണ്ട് കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. പ്രായമാണ്. ആരുടേതാണ്? കുരങ്ങൻ്റേത്. അമ്മ ഭയങ്കര മിടുക്കിയായിരുന്നു, സുന്ദരിയുമായിരുന്നു. ഇപ്പം തണ്ടങ്ങ് മെല്ലിച്ചു. ഒന്ന് ആരണ്ടി ചോദിച്ചു, എന്താ പറ്റിയാടി? അമ്മായിമ്മ പോരാണോ? ഓ, ഈ കുരങ്ങന്മാരുടെ പുറകെ ഓടി. അപ്പോൾ ആരണ്ട് പറയുന്നത്, സാരയില്ലടി, ഇവളുമാരങ്ങ് വളർന്നു കഴിയുമ്പം നീ അങ്ങ് നന്നാകുമടി. ഒരു പ്രായമുള്ളൊരു അമ്മ പറയുന്നു, മക്കളെ പേടിക്കണ്ടാടി, മണ്ണിനടി പോയാലും ഉള്ളടി കുഴപ്പം, എല്ലിനടി പോയാൽ ഇങ്ങ് വരുമെന്ന്. സമാധാനിച്ചോ കേട്ടോ. എല്ലിനടി പോയതൊക്കെ എന്ത് ചെയ്യും? ഇച്ചിരി കഴിയുമ്പോൾ 40 കഴിയുമ്പോൾ വീപ്പ കുറ്റി പോലും ഇങ്ങ് വരത്തില്ലയോ? അതൊരു 1.5 വരവല്ലയോ? അതിങ്ങ് വരും അല്ലേ? അപ്പം എല്ലിനടി പോയാൽ എന്ത് ചെയ്യും? വരും. എന്താ കാര്യം? ഒരു പ്രായമാണ്. ആ പ്രായം ആരുടേതാ? കുരങ്ങൻ്റെ. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ കൊടുത്തു, അതാരാ? കുതിരയ. കൊടുത്തു 20. അതാണ് ഈ 10 മുതൽ 30 വരെയുള്ള പ്രായം. ആരുടേതാ? കുതിരയുടെ. ആ സമയത്താണ് വല്ലാത്തൊരു പിപ്പിരിയുടെ പ്രായം. ഉയ്യോ, എപ്പോഴും ലൈക്ക് എടുക്കുന്നു, ഇടുന്നു, അല്ല എന്താ അതിന് പറയുന്നത്, സെൽഫി എടുക്കുന്നു, ഇടുന്നു, ലൈക്ക് അടിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രായമാണ്. ബൈക്ക് കിട്ടി അങ്ങനെ പോകും മക്കളെ, അങ്ങ് പോവല്ലയോ, അങ്ങ് പോവുക. അതെങ്ങനെ പോകുന്നല്ല. ബൈക്ക്, ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഓടുന്ന വണ്ടിയെ നിയന്ത്രിക്കുകയാണോ അതോ വണ്ടി ഓടിക്കുകയാണോ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയറിലിട്ട് വണ്ടി എന്ത് ചെയ്തോളും? ഓടിക്കോളും. ഓടുന്ന വണ്ടിയെ ബ്രേക്കും ക്ലച്ചും ചവിട്ടാനാണ് എന്തോ പറയുന്നത്, ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇവൻ അങ്ങ് പോവുക ബൈക്കും എടുത്തോണ്ട്. കാരണം എന്നാ? ഇവൻ ആരാ? കുതിരയ. ഈ കുതിര ഇരിക്കുന്ന സാധനം എന്താ? ബൈക്കിൻ്റെ പവർ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നേ? ഹോഴ്സ് പവർ. ആ ഹോഴ്സ് പവറിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നത് ആര്? ഹോഴ്സാണ്. ഹോഴ്സും കൂടെ റോഡിൽ ഇറങ്ങി അങ്ങനെ ഇരിക്കുക. അന്നേരമാണ് നാട്ടുകാരെ മുക്കത്ത് വരേണ്ടത്. അപ്പോൾ ആരാണ്ട് വിളിച്ച് വെച്ചേട്ടാ നീ എവിടെ പോവാ? അമ്മയ്ക്ക് വായുഗുളിക മേടിക്കാൻ പോവാണോ? അപ്പോൾ അവൻ പറഞ്ഞു, അല്ല ചേട്ടായി മേടിച്ചുകൊണ്ട് വരുമോ, ഒന്ന് കൊടുത്ത് മാറിയുന്നേ, ഒന്ന് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. ഏതാ വായുഗുളിക മേടിക്കാൻ പോവല്ല, മേടിച്ചുകൊണ്ട് വരിക, കൊണ്ട് കൊടുക്കട്ടെന്ന്. അത് പ്രായമാണ്. ഏത് പ്രായം? കുതിരയുടെ ഒരു പ്രായം. ആ സമയത്താണ് ഈ റോഡിലൊക്കെ ഇറങ്ങുന്നത്. 1 തൊട്ട 10 തട്ടും, ഓർത്ത് കളിച്ചോ, സൂക്ഷിച്ചോ. ഈ പോലീസിൻ്റെ അടി മേടിക്കുന്നതല്ല ഈ കുതിരയാണ്. മറ്റേ സെക്രട്ടറി അല്ല ഇവിടെ നിൽക്കുമെന്നറിയാം, ഏറ്റവും പുറകെ നിൽക്കും. ഓർത്ത് കളിച്ചോ, സൂക്ഷിച്ചോ. അടി മേടിക്കുമോ? ഇല്ല. പാവങ്ങൾ ഇഷ്ടംപോലെ തല്ല് മേടിക്കും. ഈ തല്ല് മേടിക്കുന്നതും അടി ഉണ്ടാക്കുന്നതും പ്രണയം പൂത്തൊലയുന്നതും എല്ലാം ഏത് പ്രായമാണ്? കുതിരപ്രായം. ആ കുതിരപ്രായം എപ്പം കൊണ്ട് തീരും? 30 കൊണ്ട് തീരും. തീർന്നു. അപ്പോൾ ആയുസ് ഇല്ല, 70 വരെ 80 വരെ പോകണ്ടേ. അപ്പോൾ ഒരാൾ മുമ്പോട്ട് വന്നു, അതാണ് കഴുത. കൊടുത്തു 30. അതാണ് ഈ 30 മുതൽ 60 വരെയുള്ള പ്രായം. ആര് തന്നതാ? കഴുത. നാം ഉൾപ്പെടെ കുറേ ഡാഷുകൾ ഇവിടെ ഇരിപ്പുണ്ട്.
ആ ഒരു പ്രായത്തിൽ ഇല്ലേ? ആര് തന്ന പ്രായമാണ്? കഴുതയുടെ സ്വഭാവം എന്തുവാ? വലിക്കുക. ഈയോ വലിച്ച് എട്ടപ്പാട് തെറ്റും. രാവിലെ മുതൽ എത്ര മണി വരെ വലിക്കും? ഒന്ന് ഓർത്ത് നോക്കി, എത്ര മണി വരെ വലിക്കും? 9 ആരാപ്പാ ലൈറ്റ് ഓഫ് ചെയ്തേ? 10. എല്ലാവരും കിടന്നാലും ഒരാൾ കിടക്കത്തില്ല. ആരാ? അമ്മ. എവിടാ? എത്ര മണി വരെ? സത്യം പറ. 11. തീരത്തില്ല. ഒരു തീരുവോ? അടിക്ക് മിഴക്കി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അച്ചായൻ വലിച്ചിട്ടിട്ട് പോകണമെന്നേ. അങ്ങ് വൃത്തി അങ്ങ് കൂടിയാൽ ജീവിക്കാനേ ഒക്കത്തില്ല. അവിടെ അങ്ങനെ കിടക്കട്ടെ, രാവിലെ അങ്ങനെ ചെയ്യാൻ നോക്കണം. അപ്പം ഒന്നുമില്ല, കുറേ പൂച്ചയെങ്കിലും അതൊക്കെ വന്നിട്ട് കഴിച്ചിട്ടൊക്കെ പോട്ടെന്ന്. പക്ഷേ നമ്മളിങ്ങനെ വൃത്തിയാക്കി എവിടെ നിൽക്കും? അടുക്കള നിൽക്കും. രാവിലെ എഴുന്നേൽക്കുന്ന അലാറം വെച്ച് ഉണരുന്ന ആരാ? അമ്മയാണ്. പിന്നെ വലിയൊരു യുദ്ധക്കളമാണ് രാവിലെ ഒരു 7:30 8 മണി വരെ. പിള്ളേരെ എന്തോ ചെയ്യണം? സ്കൂളിൽ വിടണം. എഴുന്നേക്കുമോ നീയൊക്കെ? എഴുന്നേക്കടീ. അതിനിടയ്ക്ക് അടുക്കള ഇങ്ങോട്ട് വരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ 5 എണ്ണത്തെ രാവിലെ വിടണ്ട്. എൻ്റെ ബഹളപ്പാ. ഞാൻ ലൈറ്റായിട്ടേ ചെല്ലത്തുള്ളൂ. ഞാനിതൊന്നും അറിയാത്ത പോലെ കിടക്കും. അവസാനം മനസാക്ഷി വേണം മനുഷ്യ, ശകലമെങ്കിലും കേട്ടോ. സങ്കടം കൊണ്ട് പറയുക എന്നെ രാവിലെ എന്നെ ഓർപ്പിക്കും. എന്താ വേണം? മനസാക്ഷി. ഞാൻ പറയും, മനസാക്ഷി ഉണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാനൊക്കത്തില്ല. മനസാക്ഷി അതുകൊണ്ട് കുറേ നേരത്തേക്ക് ഞങ്ങൾ മരവിപ്പിച്ചേക്കുക. കാരണം രാവിലെ നമ്മൾ പിന്നെ ഓടണ്ടല്ലേ. അവൾ ഓടണം, കഷ്ടമുണ്ട് ദൈവമേ. അതിനിടയ്ക്ക് കൊച്ചവനെ ഒരുക്കി ടൈയും ഷൂസും കെട്ടിയപ്പം കാണുന്നില്ല. തൻ്റെ ഷൂസും ടൈയും എല്ലാം കെട്ടി സോഫയെ കിടന്ന് സുഖമായിട്ട് എന്ത് ചെയ്യുക? അയ്യോ, എന്തൊരു കഷ്ടമാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് അടുത്താക്ക് കാപ്പി കൊടുക്കണം, ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം. പണ്ടൊക്കെ എളുപ്പമായിരുന്നു. ഒരു കലം ചോറ് വെച്ചാൽ രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ടത് വീണ്ടും കഞ്ഞി, രാവിലെ അത് പഴങ്കഞ്ഞി. ഇപ്പോഴത്തെയൊക്കെ ഫ്രഷ് കഴിക്കത്തേ ഉള്ളൂ. അങ്ങനെ വെച്ച് കൊടുക്കാൻ നോക്കൂ? ഇല്ല. 4 മണിക്ക് പൊരിച്ചത് കൊടുക്കണം, പിന്നെ വൈകിട്ട് മറ്റേ കൊടുക്കണം. എല്ലാം കഴിയുമ്പോഴത്തേനും ഒരു പരുവാണ്. പിന്നെ 10 മണിയാകുമ്പോഴത്തേനും എല്ലാം കിടന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുക്കള നിൽക്കുമ്പോൾ അങ്ങേര് തുടങ്ങുമ്പോൾ അവർക്ക് കയറാൻ നേരമില്ല. പിന്നെ അവസാനം വരുമ്പം താണ്ടി ഈ നൈറ്റിയ മുഴുവൻ എന്താ? ചെളിയാ. കുളിച്ചോ? ഇല്ല. കുളിക്കാത്ത ജന്തു, വൃത്തി കട്ടത്. എന്നിട്ട് അങ്ങോട്ട് പോയി കിടക്കുമ്പോൾ എന്തോ വിളിക്കും, ഇഷ്ടംപോലെ കേക്ക്. രാവിലെ നിൽക്കുന്ന അറിയത്തില്ല. കഷ്ടമുണ്ട്. ഇതൊരു പ്രായമാണ്. എത്ര വയസ്സ് വരെ? 30 വരെ. ഇതിനിടയ്ക്ക് മൂത്ത കൊച്ചു കെട്ടി ആ കൊച്ചിനെ കൊച്ചിനെയും കൊണ്ടെത്തന്നു. എൻ്റെ അമ്മയല്ലയോ. നമ്മളടുത്ത് സ്നേഹമാണ്. സത്യമായിട്ട് ഇത് സ്നേഹമാണോ? ഞാൻ ചോദിച്ചോട്ടെ, ഒരമ്മയ്ക്ക് പക്ഷാക്കാതം വന്ന് തളർന്ന് കിടക്കുക, ആ അമ്മയെ ഗൾഫിൽ കൊണ്ടുപോയില്ലയോ? എൻ്റെ അമ്മ എൻ്റെ കൂടെ ഗൾഫിൽ വരണേ, എൻ്റെ ഒരു ആഗ്രഹമല്ലയോ? വയ്യാത്ത അമ്മയെ കൊണ്ടുപോയില്ലയോ? എവിടെ? അമ്മ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ വരണ്ട. അമ്മയെ വല്ലതും പറ്റിപ്പോയെങ്കിൽ ഫ്ലൈറ്റ് ചാർജ് ഭയങ്കര, ശവം കൊണ്ടിടണമെങ്കിൽ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അമ്മ ഇപ്പോൾ എന്ത് ചെയ്യണ്ട, വരണ്ട. അപ്പോൾ ആരോഗ്യമുള്ള അമ്മയെ മതിയല്ലോ. സത്യം മക്കളെ, ആരോഗ്യമുള്ള അമ്മയെ മതി. ആരോഗ്യമില്ലാത്ത എത്ര അമ്മയെ കെട്ടിവഴിച്ച് കൊണ്ടുപോകുന്നുണ്ട്? ആരും കൊണ്ടുപോകത്തില്ല. വളരെ അപൂർവമായിട്ടും എല്ലാം കൊണ്ടുപോയാൽ ഒറ്റ ആഴ്ച കൊണ്ട് തിരിച്ച് കെട്ടിവിടും. അപ്പം ഇതെല്ലാം അവർക്ക് നോക്കാനാ. അപ്പോൾ തന്നെ എത്രയായി? 60 അപ്പോൾ ഒരാൾ മുമ്പോട്ട് വന്ന് പെരുമ്പാമ്പ കൊടുത്തു 20. അതാണ് ലാസ്റ്റിലെ പ്രായം. 60 മുതൽ 80 വരെയുള്ള പ്രായം. പെരുമ്പാമ്പിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമോ? വല്ലതും ഈ ആടിനെയും കോഴിയൊക്കെ വെട്ടിയടിക്കും, എന്നിട്ട് വേരിനടി കയറി എന്ത് ചെയ്യും? കിടക്കും. അതാണ് ഈ ലാസ്റ്റിലെ പ്രായം. കഴിക്കുക, കിടക്കുക. അതൊരു പ്രായമാണ്, ലാസ്റ്റിലെ പ്രായം. അന്നേരം ഒരു കട്ടിലുണ്ട്. ആ കട്ടിലടുത്തൊരു സ്റ്റൂളുണ്ട്. ആ സ്റ്റൂളെ ധന്വന്തര കഷായം, ബലകഷാദി കുഷായി, പിന്നെ നമുക്ക് വായിക്കാൻ കുറേ പേര്. പിന്നെ അടിക്കാൻ, പിന്നെ ഗ്യാസിന് ജലൂസിൻ്റെ ഒരു സിറപ്പ്, പിന്നെ ഇത് വലിവിന് ഒരു ഗവൺമെൻറ് ആശുപത്രിയുടെ മണമുണ്ട്. അങ്ങോട്ട് കയറിയ അവിടെ ഇങ്ങനെ കുഴമ്പ് പിള്ളേർ പറയുക, അത് ഇറങ്ങി നടന്ന് വെറുതെ വീഴാതെ അവിടെ കാണും എന്ത് ചെയ്തു ഇരുന്നോണേ. അതാ ലാസ്റ്റിലെ ഒരു പ്രായം, കിടപ്പ. അപ്പോൾ ഈ മനുഷ്യായുസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുസൃതി. ആര് തന്നത്? കുരങ്ങ്. കഥയാ, എന്നാലും കുസൃതിയല്ലേ. പിന്നെ ഒരു കുതിപ്പ്, ആരുടേത്? പിന്നെ ഒരു കിതപ്പ്, കഴുതയുടെ. അവസാനം ഒരു കിടപ്പ്. അത്രയേ ഉള്ളൂ. കുസൃതി, കുതിപ്പ്, കിതപ്പ്, കിടപ്പ്. കുസൃതി, കുതിപ്പ്, കിതപ്പ്, കിടപ്പ്. അതുകൊണ്ടാണ് കൈ ഒട്ടിച്ചോ ആത്മാവി പാടത്തില്ല. എൻ പ്രയാണ കാലം. ഇതറിഞ്ഞിരുന്നേ പാടത്തില്ലായിരുന്നല്ലേ. നാളെ തൊട്ട് പാടത്തില്ല. എൻ പ്രയാണ കാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും. ഇത്രയല്ലേ ഉള്ളൂ മനുഷ്യൻ. ഇതാണ് മനുഷ്യനെങ്കിൽ എന്തിനാ അഹങ്കരിക്കുന്നത്? ഇതാണ് മനുഷ്യനെങ്കിൽ ആരാരുടെ നേരെ കൈയൊങ്ങും? ഇതാണ് മനുഷ്യനെങ്കിൽ സഹോദരനെ വെട്ടാൻ എന്ത് ധൈര്യത്തിലാണ് വടിവാളെടുക്കുന്നത്? ഇതാണ് മനുഷ്യനെങ്കിൽ ആർക്കാ ഇവിടെ അഹങ്കരിക്കാനുള്ളത്?
സകല അഹങ്കാരികളും താളടിയാകുന്ന ഒരു ദിവസമുണ്ട്.